ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് കറീൻ്റെയും ദോശയുടെയും റെസിപ്പി നോക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് 1/2 കിലോ ബീഫ്, നന്നായി കഴുകി വെച്ച ബീഫാണ്. അതിലേക്ക് 1 സബോള, 2 തക്കാളി, 1 പച്ചമുളക്, 1 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഇതും എല്ലാം ഇടുക. ഇനി ആവശ്യമായ പൊടികൾ: ഇറച്ചി മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഇതെല്ലാം, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. ഇതെല്ലാം കൂടി നല്ലോണം നമ്മൾ കൈവച്ച് മിക്സാക്കുക. എന്നിട്ട് ഈ കുക്കറിലേക്ക് ആ പൊടികളും ഇട്ട് അതിൻ്റെ ഒക്കെ ഒരു ചെറിയ കഷ്ണം കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈകൊണ്ട് മിക്സാക്കിക്കൊള്ളുക. ഈ പൊടികൾ നമ്മൾ എല്ലാം മിക്സാക്കി ഇടുമ്പം കറിക്ക് വേറെ തന്നെ ഒരു കളർ കിട്ടും. അതിനാണ് അത് മിക്സാക്കി ഇടുന്നത്. പിന്നെ എന്നിട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ച്, നമുക്ക് കറി കൂടുതൽ വേണമെങ്കിൽ പൊടികൾ കൂട്ടുക, വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക. എന്നിട്ട് കുക്കറിലൊരു ഇറച്ചീൻ്റെ വേവ് അനുസരിച്ച് വിസിലടുപ്പിക്കുക. ഞാനിപ്പോൾ 5 വിസിലാണ് വേവിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വേഗം വേകുന്നതാണ്, 2 വിസിലെല്ലാം മതിയാകും. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മല്ലിച്ചപ്പും, കുറച്ച് മല്ലിച്ചപ്പും, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കറി റെഡിയായി സംഭവം. ഇനി നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ദോശേൻ്റെ റെസിപ്പി നോക്കാം. 3/4 മണിക്കൂർ മുമ്പേ കുതിർത്തി വെച്ച അരി, അതിലേക്ക് 1 പിടി ചോറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കുക. ഉപ്പിടുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ പിന്നെ ഉപ്പിട്ടിട്ട് മിക്സ് ആക്കാനൊന്നും നിൽക്കണ്ടല്ലോ. മിക്സീൻ്റെ ജാറിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം എല്ലാം ഒന്നായി മിക്സാക്കി കിട്ടുമല്ലോ. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് അരീൻ്റെ മാവ് ഒഴിച്ച് റൗണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു ഭാഗം വെന്താൽ ഈ ഒരു വെള്ളം ഇത് മാറിയിട്ട് അത് നമുക്ക് തിരിയുമല്ലോ. അന്നേരം അത് മൂടിയെടുത്ത് അത് മറിച്ചിട്ട് കൊടുക്കുക, കുറച്ച് നെയ്യ് സ്പ്രെഡാക്കിയിട്ട്. അതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് മറിച്ചിട്ടാൽ മതി. എന്നിട്ട് നമ്മളെ ദോശ റെഡി ആയിരിക്കും. ഇനി ഇങ്ങനെ റൗണ്ടിൽ ആക്കാൻ അറിയാത്തവർ എന്താക്കുക വെച്ചാൽ കുറച്ചുകൂടെ ലൂസാക്കുക അരി. എന്നിട്ട് ഓയിൽ അതിലേക്ക് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിക്കുന്ന വെച്ചാൽ ആ സാധനം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പാന് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്താൽ മതി. അന്നേരം മൊത്തത്തിൽ ആയിക്കോളും. എന്നിട്ട് മൂടി വെച്ച് ഇതുപോലെ വേവിച്ചാൽ മതി. അന്നേരം നമ്മൾ സെപ്പറേറ്റ് നെയ്യാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത്.